ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് മെയ് 11 ആണ്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പം US ഇറാൻ തമ്മിലുള്ള ആ ഒരു എസ്കലേഷൻ കാര്യങ്ങളും അതിൽ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റിലൊരു രാവിലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റിലൊരു ഹോളാണ് വന്നത്. ഓൾമോസ്റ്റ് ഒരു വലിയ ഹോളല്ല, ബട്ട് ആ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയയിൽ തന്നെ കടന്ന് മാർക്കറ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് നിന്നു. അത് കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് ഒരു 2 o'clock കഴിഞ്ഞ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആ ഒരു റേഞ്ച് തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് കണ്ടത്. ഓക്കെ, അപ്പം കറൻ്റ്ലി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോകാം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 24,800 ആ ഒരു റേഞ്ചിൽ പ്രീവിയസ്ലി ഉള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ടാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്, കറൻ്റ്ലി നിൽക്കുന്നത്. പ്രീവിയസ്ലി 24,000 മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തു. മാർക്കറ്റിന് ഡ്രാഗ് ചെയ്ത് താഴട്ടെ, പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് 24,000 വരെ ടാപ്പ് ചെയ്തു. അവിടെ നിന്നാണ് ഒരു ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഫോൾ മാർക്കറ്റിൽ വന്നത്. ഓക്കെ, അപ്പം കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കറൻ്റ്ലി നാളത്തേക്ക് ഒരു ബെയറിഷ് വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് 24,800 ആണെങ്കിൽ പോലും ഈ ഒരു റേഞ്ച് 23,670 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വി ഹാവ് എ ഹ്യൂജ് ഗ്യാപ്പ് ഹിയർ. ഒരു ഗ്യാപ്പാണുള്ളത്. ഓൾമോസ്റ്റ് 23,200 ഇല്ലെങ്കിൽ 150 ആ റേഞ്ച് വരെയുള്ള ഗ്യാപ്പ് ഉണ്ട്. ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് നിഫ്റ്റിയിൽ. ഓക്കെ, അതേപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സിമിലർ ആണ്, നിഫ്റ്റീൻ്റെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ബട്ട് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. ഇതും മാർക്കറ്റ് ഒരു വീക്ക്നെസ്സാണ് കാണിക്കുന്നത്. ഈ ഒരു 52,700 എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയും കാണിക്കുന്ന ഒരു ബെയറിഷിലേക്കുള്ള പോക്കാണ്. നാളെ ബെയറിഷിലേക്കുള്ള ആ ഒരു വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ബട്ട് അതേപോലെ ഓയിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല കോൾ ഓയിസ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക് വരാനുള്ള ചാൻസസ് കാണും. ബട്ട് നാളെ നമ്മുടെ നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. മേ ബി അത് കണ്ടിട്ടായിരിക്കും അധികം കോൾസും ബിൽഡ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അപ്പം ഇവിടെ നാളത്തെ എക്സ്പയറി ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 24,000 ലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓയി ഇന്ന് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പുട്ട് സൈഡുള്ള ഓയിസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മിനിമലായ ഓയിസ് ആണ് ഇന്ന് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നാളെ ഒരു താഴോട്ട് വരാനുള്ള ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഓയിസ് നോക്കുവാണെങ്കിൽ കമ്പയറിങ് ടു പുട്ട് സൈഡ്, കോൾ സൈഡാണ് കുറച്ചും കൂടെ ഓയിസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ദർ ഈസ് താഴോട്ട് വരാനുള്ള ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഈവൻ ഓയിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പം സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഓപ്പർച്യൂണിറ്റികളാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരുന്ന സമയത്ത് എൻട്രി എടുക്കാനും കാര്യങ്ങളും. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങൊക്കെ കുഴപ്പമില്ല, ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നമില്ല. മാർക്കറ്റിൻ്റെ അടുത്ത് ഓക്കെ ആണ്. ബട്ട് എന്നാലും സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയും ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ ആ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കോഷ്യസ് ആയിരിക്കുക. സ്റ്റോപ്പ് ലോസൊക്കെ പ്രോപ്പർ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസുകൾ വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഹാപ്പി ട്രേഡിങ്. ബൈ.